മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഫെബ്രുവരി 2 തിങ്കൾ. പുതിയ കേന്ദ്ര ബജറ്റിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് പരിഗണനയില്ലാതെ കേരളത്തിന് കിട്ടേണ്ടതും പലപ്പോഴും വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ വിഹിതങ്ങൾ വർഷങ്ങളായി നിഷേധിക്കപ്പെടുകയാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അല്പം അച്ചടക്കം, ധാരാളം രാഷ്ട്രീയം. 2026-27 ബജറ്റിൽ യൂണിയൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുൻ വർഷങ്ങളിൽ കാണിച്ച തിരഞ്ഞെടുപ്പുകാല അച്ചടക്കമില്ലായ്മ കുറച്ചത് ശ്രദ്ധേയമായി. അടിസ്ഥാന സൗകര്യ വികസനത്തിലും നിർമ്മാണ രംഗത്തും ധനകാര്യ ബജറ്റിലും ഊന്നിയത് ബജറ്റിന്റെ നല്ല വശങ്ങളാണ്. 6.8 മുതൽ 7.4 വരെ ശതമാനത്തോളം ആഭ്യന്തരോൽപാദന വളർച്ചയത്രേ പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ, അപൂർവ ധാതുഖനനം, ശുദ്ധ ഊർജം തുടങ്ങിയവ ബജറ്റിന്റെ പ്രധാന പരിഗണനകളാണ്. ആഗോളതലത്തിലും ദേശീയ തലത്തിലും സാമ്പത്തിക രംഗമടക്കമുള്ള മേഖലകളിൽ കടുത്ത അസ്ഥിരതയും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന ഒരു സമയത്ത് വാർഷിക ബജറ്റുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കേണ്ട അഭ്യാസങ്ങളായിക്കൂടാ. ദീർഘകാല ആസൂത്രണ ലക്ഷ്യങ്ങളിലേക്കുള്ള ക്രമപ്രവൃദ്ധമായ ചെറു ചുവടുവയ്പ്പുകൾ എന്ന നിലയ്ക്ക് അവ ഓരോന്നും ഓരോ തുടർച്ച കൂടി ആയിരിക്കേണ്ടതുണ്ട്. 9 ബജറ്റുകൾ അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ സുസ്ഥിരതയിലും തുടർച്ചയിലും അല്പമെങ്കിലും ശ്രദ്ധിച്ചു എന്നത് ഈ ബജറ്റിനെ വേറിട്ട് നിർത്തുന്നു. ദീർഘകാല ആസൂത്രണത്തിന് വേണ്ടി മുൻപ് നിലനിന്നിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതാക്കിയതിന്റെ ദോഷഫലങ്ങൾ കഴിഞ്ഞകാല ബജറ്റുകളിൽ പ്രകടമായിരുന്നു. അത്തരമൊരു വേദി പതിറ്റാണ്ടുകൾ മുൻകൂട്ടി കാണാൻ ശ്രമിക്കുന്ന വിദഗ്ധരുടെ രാഷ്ട്രീയ നിരപേക്ഷമായ കൂട്ടായ്മ ആവശ്യമാണെന്ന സന്ദേശം ബജറ്റിൽ പരോക്ഷമായി ധ്വനിക്കുന്നുണ്ട്. മുദ്രാവാക്യങ്ങൾക്കുള്ള രാഷ്ട്രീയ വിഭവങ്ങൾ ബജറ്റിൽ കാണാമെങ്കിലും തിരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രദേശങ്ങൾക്ക് മാത്രമായി വാരിക്കോരി കൊടുക്കുന്ന സംസ്കാരത്തിൽ വേണ്ട വിചാരമുണ്ടായതായി തോന്നുന്നു. ബാഹ്യ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും സമ്പദ് രംഗത്ത് സൃഷ്ടിക്കാവുന്ന ആഘാതങ്ങളുടെ പരിക്ക് കുറയ്ക്കാൻ നയപരമായ പിന്തുണ പ്രധാനമാണ്. അമേരിക്കയുടെ താരിഫ് ഭീഷണി നേരിടാൻ പാകത്തിന് ഡോളറിന്മേലുള്ള ആശ്രിതത്വം കുറച്ച് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള മറ്റ് കൂട്ടായ്മകളെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ ബജറ്റിലെ ശുഭാപ്തി വിശ്വാസത്തിന് ശക്തി പകർന്നിരിക്കണം. എന്നാൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം അതിൽ നിന്നുണ്ടാകേണ്ട പ്രയോജനങ്ങൾ ലഭ്യമാകുമെന്ന ഉറപ്പൊന്നും ബജറ്റ് നൽകുന്നില്ല. സാമ്പത്തിക വളർച്ചയുടെ ഒരു ഭാഗം മുതൽ മുടക്കാണെങ്കിൽ മറുഭാഗം ജനങ്ങളുടെ ക്രയശേഷിയാണ്. നിക്ഷേപങ്ങളിൽ മഹാഭൂരിഭാഗം ഏതാനും കോർപ്പറേറ്റുകളിൽ കേന്ദ്രീകരിച്ചത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തുന്നു. സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചാൽ പോരാ, അത് നീതിപൂർവമായി വിതരണം ചെയ്യപ്പെടുകയും വേണം. GDP-യിൽ ലോകത്ത് 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ ആളോഹരി വരുമാനത്തിൽ 134-ാം സ്ഥാനത്താണ്. ഇതിനർത്ഥം സമ്പത്ത് ധാരാളമുണ്ടെങ്കിലും അത് ഏതാനും പേരുടെ കൈകളിൽ ഒതുങ്ങുന്നു എന്നാണല്ലോ. ഒരു മാസം മുൻപ് പുറത്തു വന്ന ആഗോള അസമത്വ സൂചിക അനുസരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും കടുത്ത സാമ്പത്തിക അസമത്വമുള്ള രാജ്യമാണ് ഇന്ത്യ. സമ്പന്നരിൽ സമ്പന്നരായ 1% ആളുകൾ രാജ്യസമ്പത്തിന്റെ 40%-ലധികം കൈയടക്കിയിരിക്കുന്നു. ഈ അസമത്വം ഇല്ലാതാകുമ്പോഴാണ് സാധാരണക്കാരുടെ ക്രയശേഷി കൂടുകയും രാജ്യം മൊത്തമായി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുക. ഇതിനുള്ള ഉപകരണം കൂടിയാണ് ബജറ്റ്. എന്നാൽ അതിസമ്പന്നർക്ക് അധിക നികുതി എന്നതിന് പകരം നികുതി ഇളവും വായ്പ എഴുതിത്തള്ളലും എന്ന പതിവിൽ നിന്ന് ഒരു വ്യതിയാനവും ഇക്കൊല്ലത്തെ ബജറ്റിലില്ല. ബജറ്റ് നിർദ്ദേശങ്ങളിലെ സൂക്ഷ്മാംശങ്ങളിൽ ഗുണദോഷങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാന നേട്ടങ്ങൾ ഇപ്പോഴും അകലെ തന്നെ. അസമത്വ നിർമ്മാർജ്ജനവും തൊഴിൽ വർദ്ധിപ്പിക്കലും ലക്ഷ്യം പോലും അല്ലാത്തതുപോലെ. കൃഷി മേഖലയിലും ചെറുകിട വ്യവസായ മേഖലയിലും ശുഭകരമായ ചലനങ്ങളുണ്ട്. എന്നാൽ കാലാവസ്ഥാ പ്രതിസന്ധി മറികടക്കാനുള്ള ഹരിത നയത്തിന് ഈ ബജറ്റിലും വേണ്ടത്ര കരുത്തില്ല. കുറച്ചു വർഷമായി യൂണിയൻ ബജറ്റിൽ കാണുന്ന രാഷ്ട്രീയ സങ്കുചിതത്വമാകാം ഒരുപക്ഷെ ഈ ബജറ്റിന്റെയും പ്രധാന ദോഷം. തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും കിട്ടുമെന്ന് കേരളം ആശിച്ച പദ്ധതികൾ, എയിംസ്, വിഴിഞ്ഞം, റെയിൽ, വർദ്ധിത ഗ്രാന്റ് വിഹിതം ഈ ബജറ്റിലുമില്ല. തിരഞ്ഞെടുപ്പ് പരിഗണന ഇല്ലാതെ കേരളത്തിന് കിട്ടേണ്ടതും പലപ്പോഴും വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ വിഹിതങ്ങൾ വർഷങ്ങളായി നിഷേധിക്കപ്പെടുകയാണ്. ബജറ്റിലെ രാഷ്ട്രീയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ എഞ്ചിനാകേണ്ട, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം രാജ്യനന്മ ഏക പരിഗണനയാകേണ്ട ബജറ്റ് BJP-യുടെ സങ്കുചിതത്വത്തിന്റെ ഇരയാവുകയാണ്. രാജ്യത്തെ രാജ്യമായി കാണാനുള്ള രാജ്യസ്നേഹമല്ല ഇതിൽ പ്രതിഫലിക്കുന്നത്. മാധ്യമം പോഡ്കാസ്റ്റ്.